35 വർഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ സാധിക്കാതെ പോയൊരു അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഈ സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു, പ്രത്യേകിച്ചും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് RMPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള ചില സംസാരങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് സാറിന് ഇതിനെ വിലയിരുത്തുന്നത്? 35 വർഷം ആയി സുരേഷ് കുറുപ്പ്. പക്ഷെ അതിനപ്പുറം പാർട്ടി പ്രവർത്തനത്തിനപ്പുറം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ജ്വലിച്ചിരുന്ന നേതാവാണ് സുരേഷ് കുറുപ്പ്. കേരളത്തിൽ SFIക്ക് ഒരു മേൽവിലാസവും മുഖവും ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് സുരേഷ് കുറുപ്പ്. സർവകലാശാല യൂണിയൻ്റെ KSUക്കാരനല്ലാത്ത ആദ്യത്തെ ചെയർമാനാണ്. അന്ന് പഴയ സർവകലാശാല യൂണിയൻ ഈ ഇഞ്ചി യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സർവകലാശാല യൂണിയൻ്റെ KSUക്കാരനല്ലാത്ത ചെയർമാൻ. ആ സ്ഥാനത്തിന് അദ്ദേഹം ഒത്തിരി തിളങ്ങിയിരുന്നു. അദ്ദേഹം സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങളെയൊക്കെ ഒത്തിരി പുതിയ മാനങ്ങളിലെത്തിച്ചിരുന്നു. പക്ഷെ ഇവിടെ RMP എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് 13 വർഷം മുമ്പുണ്ടായ ഒരു ദുരന്തമാണ്. 51 വെട്ടുകൾ. അത് കേരളീയ സമൂഹത്തിലാകമാനം ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, കേരളീയ സമൂഹത്തിലാകെ ഒരു നോവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ 51 വെട്ടുകൾ. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും വിദ്യാർത്ഥി സംഘർഷങ്ങൾക്കിടയിലുമൊക്കെ മരിക്കാറുണ്ട്, രക്തസാക്ഷികളായവരെയൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ചില മരണങ്ങൾ നമ്മളെ നിരന്തരം ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ജയകൃഷ്ണൻ മാസ്റ്ററെ സ്കൂൾ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. ഓർക്കുമ്പോൾ തന്നെ നമ്മൾ നടുങ്ങിപ്പോകുന്ന ഒരു ഭീകരതയാണ്. വീണ്ടുമുണ്ട് ഈ തിരുവല്ലയ്ക്കടുത്ത് പരുമല പമ്പ കോളേജിൽ രക്ഷപ്പെട്ട് ആറ്റിൽ ചാടിയ കുട്ടികളെ അപ്പുറത്ത് നിന്ന് കല്ലെറിഞ്ഞ് ആറ്റിൽ താഴ്ത്തിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഓർക്കുന്ന എൻ്റെ വിദ്യാർത്ഥി പ്രവർത്തന കാലത്ത് ഓർക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മന്ത്രിയായ സുധാകരൻ്റെ അനിയൻ ഭുവനേശ്വരൻ എന്ന് പറയും. അദ്ദേഹം SFIയുടെ പന്തളം കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അവിടെ നടന്നൊരു വിദ്യാർത്ഥി സംഘർഷത്തിൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടു. മുകളിൽ നിന്ന് എടുത്ത് താഴേക്കിടുകയും തലച്ചോറ് പൊട്ടുകയും കുറച്ച് നാൾ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്ത് സാധുവായ ഞങ്ങൾ സമകാലികരായിരുന്നു. ഞാൻ വേറൊരു കോളേജിലായിരുന്നെങ്കിലും ഞങ്ങൾ സമകാലികരായിരുന്നുകൊണ്ടാണ് പെട്ടെന്ന് ഭുവനേശ്വരൻ്റെ കാര്യം ഓർമ്മ. അദ്ദേഹം സുഹൃത്തും പരിചയക്കാരനുമായി. അദ്ദേഹം ഇന്നും ഒരു നീറുന്ന ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് ഭുവനേശ്വരൻ. അങ്ങനെ കുറേയേറെ കൊലപാതകം. ഏത് കൊലപാതകവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 എന്താ പറയുക, വളരെ വേദനാജനകമാണ്. ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മെ നടുക്കുന്നവയാണ്. അവ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കൊല ചെയ്യപ്പെട്ടത് എന്നും അദ്ദേഹം CPM-ൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നുവെന്നും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് എന്ന് പറയുന്നത് കോട്ടയത്തേക്ക് പോകാനെടുത്ത ടിക്കറ്റാണ്. കോട്ടയത്തേക്ക് പോകാൻ അത് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇടുന്ന ടിക്കറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. 13 വർഷമായിരുന്നു ആ കൊലപാതകം നടന്നിട്ടും നമുക്കറിയാം. അത് സുരേഷ് കുറുപ്പ് CPM-ൻ്റെ പ്രമുഖനായ നേതാവാണ്. അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് പോകാനായി എടുത്ത ടിക്കറ്റ് ഈ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നത് വൈകാരികമായ ഒരു അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനെപ്പറ്റി പിന്നീട് എന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രമയെ, അതായത് TP ചന്ദ്രശേഖരൻ്റെ വിധവയെ ആശ്വസിപ്പിക്കാനോ നേരിട്ട് കണ്ട അച്യുതാനന്ദൻ പോലും അവിടെ എത്തി ആശ്വസിപ്പിച്ചു അച്യുതാനന്ദൻ. പക്ഷേ സുരേഷ് കുറുപ്പ് അതിന് തയ്യാറായിരുന്നില്ല എന്ന് പറയാം. വിവാഹവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു. അല്ല, അദ്ദേഹത്തിന് വിവാഹത്തുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നോ എന്നുള്ളതല്ല. അദ്ദേഹത്തിന് പിന്നീട് വരാമല്ലോ, രമയെ കണ്ട ആശ്വസിപ്പിക്കാൻ അദ്ദേഹം അങ്ങോട്ട് ചെന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു നേരത്തെ. ഈ വർഗ്ഗശത്രുക്കളെ പ്രഖ്യാപിച്ച് കഴിഞ്ഞവരുടെ അടുത്തേക്ക് പിന്നെ ചെല്ലുന്നത് പോലും വിലക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം MV രാഘവൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ ചായ കുടിക്കാൻ പോയ നേതാക്കൾക്കെതിരെ നടപടി എടുക്കണമെന്ന് വരെ, അല്ലെ അവരെ ശാസിക്കുന്നതിലേക്ക് വരെ എത്തിയിരുന്നു ഒരിക്കൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഈ സുരേഷ് കുറുപ്പിൻ്റെയും TP ചന്ദ്രശേഖരൻ്റെയും കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ പാർട്ടിക്ക് ഔദ്യോഗിക ചുമതല ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് നിസ്സഹരിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ടേക്ക് വേണമെങ്കിലുമായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 24-ാം തീയതി ഈ KK രമയുടെ മകൻ്റെ വിവാഹമാണ്. KK രമയുടെ മകൻ്റെ പേര് അഭിനന്ദൻ എന്നാണ്. നമ്മൾ ഓർക്കുന്നുണ്ട് ആ കൊലപാതകം എന്ന് പറയുന്ന സമയത്ത് പത്രങ്ങളിലും താളുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു +2കാരൻ്റെ മുഖം.
ഒരു നിഷ്കളങ്കമായ ഒരു ഭാവത്തോടു കൂടി ഒരു +2 പയ്യൻ്റെ മുഖം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ആ കുട്ടി 13 വർഷം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും വളർന്നു, മുതിർന്നു, വലിയ ആളായി, ജോലിയൊക്കെ ആയി തോന്നുന്നു, പുറത്തെവിടെയോ ജോലി ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഏതായാലും ആ കുട്ടിയുടെ വിവാഹമാണ് 24-ാം തീയതി. ഇപ്പോൾ ഈ നിഷ്കളങ്കത്തോടൊപ്പം പകയും നിറഞ്ഞ ആ ഒരു മുഖമാണ് എൻ്റെ മനസ്സിൽ ഈ ചിലപ്പോഴൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ പത്രത്തിൽ കണ്ടിരുന്നു. എന്തായാലും കെ രമ പറയുന്നത് ഇവരെയൊക്കെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നീട് സുരേഷ് കുറുപ്പിനെ പിന്നീട് കാണുന്നത് വേറെ CP ജോണിൻ്റെ മകളുടെ വിവാഹത്തിൽ വെച്ചോ ആണ് രമ പിന്നീട് കാണുന്നത്. അന്ന് സുരേഷ് കുറുപ്പിൻ്റെ മകനാണ് കുറുപ്പിനോട് ചോദിച്ചാണ്ട് ഈ രമ അവിടെ ഇരിപ്പുണ്ടല്ലോ, അച്ഛൻ പോയി കാണുന്നില്ലേ എന്ന് ചോദിച്ച് ആ സമയത്താണ് ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ തമ്മിൽ പിന്നെ കണ്ടത്. ഞാൻ പറഞ്ഞത് വൈകാരികമായ അടുപ്പം ഉണ്ടെങ്കിൽ പോലും അകത്തി നിർത്തേണ്ടി വരുന്ന ഒരു ദുര്യോഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. ഏതായാലും ഇപ്പോൾ സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സജീവമല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ആ മനുഷ്യൻ സജീവ പ്രവർത്തകനായിരുന്നു, ഒരു ജനകീയ മുഖമുണ്ടായിരുന്നു. സുരേഷ് കുറുപ്പ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് വിശ്വസിച്ച ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു കലാലയ രാഷ്ട്രീയക്കാർ. കാരണം അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയി മാറി. പിന്നെ ഈ 84 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജ്യഭാഗ സഹതാപതരം ആഞ്ഞടിച്ച അവസരത്തിലാണ് സുരേഷ് കുറുപ്പ് 84 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. അന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീയ തോമസ്. എല്ലായിടത്തും UDF നിന്ന് 3 സീറ്റുകൾ ഒഴികെ എല്ലായിടത്തും ജയിച്ചു. അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. മാവേലിക്കരയിൽ തമ്പാൻ തോമസും വടകരയിൽ KP ഉണ്ണികൃഷ്ണനും പിന്നെ കോട്ടയം സുരേഷ് കുറുപ്പുമാണ്. സുരേഷ് കുറുപ്പിനെ തടയാനുള്ള ഒരു പ്രധാന കാരണം എന്തായിരിക്കും? പല കാരണങ്ങളുണ്ടെങ്കിലും നമുക്ക് എടുത്ത് പൊതുവെ VS അനുകൂല പക്ഷക്കാരനായതുകൊണ്ടായിരിക്കും. VS അനുകൂല പക്ഷക്കാരനായിരുന്നു. ഒന്നിലേറെ തവണ അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെതിരാണെന്ന് സംശയം ഉയർന്നു. എം.വി. രാഘവൻ ഈ പിന്നെ ബദൽദേഹി അവതരിപ്പിച്ച അവസരത്തിലും ആദ്യം നായനാരടക്കം എം.വി. രാഘവനോടൊപ്പമായിരുന്നു നമുക്കറിയാം. പിന്നീടാണ് മാറിയത്. ഞാൻ പറഞ്ഞത് അന്ന് സുരേഷ് കുറുപ്പ് എം.വി. രാഘവനോടൊപ്പമായിരുന്നോ എന്ന് സംശയങ്ങൾ ഉയർന്നിരുന്നു അന്ന്. പക്ഷേ അദ്ദേഹം അത് നിഷേധിക്കുകയും പാർട്ടിയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് പാർട്ടിയിലെ വിഭാഗീയതയുടെ സമയത്ത് VS പിണറായി പോരിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ആഭിമുഖ്യം VS-നോടായിരുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഈ ഗംഭീരമായ വിധത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് കുറുപ്പിന്റെ ഒരു ഗ്ലാമർ മാത്രമായിരുന്നു കോട്ടയം സീറ്റ് പിടിച്ച്. കോട്ടയം പോലെയുള്ള UDF കോട്ടയിൽ CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതിന് മുമ്പ് ജയിച്ചിട്ടുണ്ട് 67 ഇന്നല്ല. പക്ഷേ 12-ന് ശേഷം കനത്ത പരാജയം നേരിടേണ്ടി വന്നു തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM-ന്. വടകരയിൽ ഞാൻ വടകരയിലെ കാര്യമല്ല, ഞാൻ ഈ സുരേഷ് കുറുപ്പിന്റെ കോട്ടയത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ KP ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ. പിന്നീടാണ് അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇടതുപക്ഷത്ത് നിന്നാണ് അദ്ദേഹം പിന്നീട് മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അപ്പം അങ്ങനെയുള്ള ഒരു മുഖവും ആകർഷകത്വമൊക്കെ സുരേഷ് കുറുപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അതെന്തായാലും അത് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക്, BJP രാഷ്ട്രീയത്തിലേക്ക് പോകണോ എന്ന് റൂമേഴ്സ് ഇങ്ങനെ പരക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പോകാൻ വഴിയില്ലായിരിക്കാം. കാരണം അദ്ദേഹം പിന്നെ RMB അദ്ദേഹത്തിന് മുമ്പിലുള്ളൊരു വഴിയാണ്. കാരണം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ, ഈ പുത്തൻ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ വിവാഹം, ക്ഷണം, അതൊക്കെ അതിനുള്ള ഒരു പിന്നെ വഴി തുറന്നു കൊടുത്തേക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്തായാലും പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ രമ പറയുന്നത് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അഭിനന്ദ എന്ന് പറഞ്ഞൊരു വാചകം ഓർക്കുന്നു. ആരെയൊക്കെ വിളിച്ചാലും ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കരുതാത്ത, എനിക്ക് പകയുള്ള ചിലരുണ്ട്, അവരോട് ഞാൻ ജീവിതം മുഴുവൻ പൊറുക്കില്ല എന്ന് അഭിനന്ദ് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിൽ പ്രമുഖന്മാരും ഉൾപ്പെടെ ഉണ്ട്, പേര് പറയുന്നില്ല, അങ്ങനെയുണ്ട് പറഞ്ഞിരുന്നു. ഇനിയും അപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്നെ ഓഫീസിലടക്കം എത്തിച്ചിട്ടുണ്ട് വിവാഹ ക്ഷണക്കത്തെന്നാണ് രമ പറയുന്നത്. പക്ഷേ പിന്നെ പ്രമുഖന്മാർ M.V. ഗോവിന്ദൻ അടക്കമുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാർട്ടി കല്യാണം ക്ഷണിച്ചു പോകുന്നതിൽ പാർട്ടിക്ക് ക്ഷണം കിട്ടിയവർക്ക് പോകാം എന്ന ഉന്നത നേതാക്കളിൽ ചിലരിങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്. പോയേക്കാം, പോകാതിരുന്നേക്കാം. പക്ഷെ ഒരു കുറ്റബോധത്തോടു കൂടിയും ഒരു ഉളുപ്പോടുകൂടിയും അല്ലേ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഈ ഇവർക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ന ഒരു ബോധ്യമുണ്ട്. അത് ഒരു പരിധിവരെ സുരേഷ് കുറുപ്പിനും ബാധകമാണ്. അങ്ങനെ തന്നെയാണ്. കാരണം മരിച്ചിട്ട് അവരെ ചെന്ന് ആ സമയത്ത് ചെന്നൊന്ന് ആശ്വസിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം പുലർത്തിയിരുന്ന സുരേഷ് കുറുപ്പിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് ഇപ്പോഴദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നു. അതൊരു കുറ്റബോധത്തോടുകൂടി അദ്ദേഹം അനുസ്മരിക്കുന്നു. അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നു. അതൊക്കെ ഇപ്പോഴാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകേണ്ടി വന്ന അവസരത്തിലാണ്. പുറത്താകേണ്ടി വന്നു പറഞ്ഞാൽ പാർട്ടി കത്ത് നൽകിയതിനു ശേഷം 2022-ലാണ് ആ കത്ത് നൽകിയത്. തന്നെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ ആൾക്കാരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലടക്കം
നിർദ്ദേശിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല പല ചടങ്ങുകളിൽ നിന്നും അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം ബോധപൂർവ്വം ഒഴിഞ്ഞു പോകണം എന്ന ഒരു ചിന്ത പാർട്ടിയിൽ ചിലർക്കുണ്ടായിരുന്നു. പോകുമോ പോയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പോകാനുള്ള അദ്ദേഹത്തിനുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും കൃത്യമായ ഒരു വഴി RMPയുടേതാണെന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഈ വടകരയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാവി രാഷ്ട്രീയത്തിൽ RMPന്റെ ഒരു സാധ്യത എത്രമാത്രം? ഇല്ല, നമുക്കത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നെ എന്തായാലും ഈ RMPക്ക് നോർത്ത് വടക്കൻ കേരളത്തിലെ അല്ലേ വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പങ്കുണ്ട് എന്ന് വേണം. പൊതുവേ CPMൽ നിന്നും ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഈ ഉറച്ച പാർട്ടിക്കാരാകുന്ന പാർട്ടിയിലെ ചേരിതിരിവ് പാർട്ടിയിലെ ഗ്രൂപ്പ് പല വിധത്തിൽ പെട്ട ഒരു അസംതൃപ്തരായ ഒരു വിഭാഗം പാർട്ടിയിൽ തിരിഞ്ഞു വരുന്നുള്ളത് സത്യമാണ്. പിണറായി വിജയനെതിരെയുള്ള ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതിലെ വിഭാഗീയതയെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് സമ്മേളനം നടക്കുന്നത് നമ്മൾ പറയുമ്പോഴും ഇതിനിടെ പിന്നെ ഉരുണ്ടുകൂടുന്ന ഒരു കാർമേഘങ്ങളുണ്ട് ഒത്തിരി. ആ കാർമേഘം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പോകാൻ കഴിയുന്ന ഒരു വേദി എന്ന് പറയുന്നത് RMP ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അവസരത്തിൽ. ആ അർത്ഥത്തിൽ RMPക്ക് അതിനൊരു സാധ്യത ഉണ്ടായി. ചിലപ്പോൾ ഈ രമയുടെ മകൻ അഭിനന്ദൻ്റെ വിവാഹ വേദി അത്തരമൊരു കാര്യത്തിലേക്കും അത്തരമൊരു ചർച്ചയിലേക്കും ഒക്കെ അനൗപചാരികമായെങ്കിലും നീങ്ങിയേക്കാം. ആ ചർച്ചകൾ വളർന്നു വന്നേക്കാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അസംതൃപ്തരായ ഒരു വിഭാഗത്തിന് എത്തിപ്പെടാനുള്ള ഒരു ഇടമായി, അതായത് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ BJPയിലേക്കോ പോകാൻ, അതായത് തകരുന്ന CPMന് മുമ്പിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ അതിലുള്ള പ്രവർത്തകർക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു സാധ്യത RMPയാണ് വടക്കൻ കേരളത്തിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. അതിനുള്ള സാധ്യത തീരെ തള്ളിക്കളയാവുന്നതല്ല. എന്തായാലും 2012 ശേഷം TPയുടെ കൊലപാതകത്തിന് ശേഷം CPM വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പല രീതിയിൽ കടന്നുപോയത്. പാർട്ടി തന്നെ ഭാവി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും ഒക്കെ ഉയർന്നു കേട്ടിട്ടുണ്ട്. എന്തായാലും TPയുടെ ആത്മാവ് പാർട്ടിയെ വല്ലാതെ പിന്തുടരുന്നുണ്ട്, പിടികൂടുന്നുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും വേട്ടയാവുന്നുണ്ടെന്ന കാര്യം സംശയമില്ല. രമയൊക്കെ നിയമസഭയിൽ എത്തുകയും അവരെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാതെ അതെ നേതാക്കൾക്ക് ഇരിക്കേണ്ടി വരുന്ന കുഴിഞ്ഞിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവരെത്ര നിഷേധിച്ചാൽ.